ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ന്യൂ NCERT-യിലെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഓരോ ക്ലാസ്സസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് PYQs ഉണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏരിയാസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നു, നോളജ് ഉണ്ടായിരുന്നു. ബട്ട് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ, ന്യൂ NCERT ആയതുകൊണ്ട് തന്നെ PYQs വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ PYQs ഇല്ല, PYQs കുറവാണെന്നല്ല, PYQs ഇല്ല. പിന്നീട് നമ്മൾ കിട്ടുന്ന മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോ ക്ലാസ്സസിലൂടെയും മാക്സിമം നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് കൃത്യമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കാനും അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്യാനും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് ത്രൂ ഔട്ട് മക്കൾ എല്ലാവരും ക്ലാസ് കാണടാ. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് അവർ സബ്ജക്ട് മക്കൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇതിന്റെ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യോദ്ധ ബാച്ചിൽ. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ടും കാണുക. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: What major changes occurred in India's political map during the period covered in the chapter? ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്ന പീരീഡിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ മാപ്പിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന മെയിൻലി മിഡീവൽ പീരീഡ് ആണ്. ഇന്ത്യയിലെ മിഡീവൽ പീരീഡ് ആണ് ഈ ഒരു ചാപ്റ്റർ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പീരീഡിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മിഡീവൽ പീരീഡ് എന്താണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതേ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ മിഡീവൽ പീരീഡും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടും പറയുന്ന ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് മക്കൾക്ക് കാണുകയാണെങ്കിൽ വേൾഡും അല്ലെങ്കിൽ യൂറോപ്പിലെ മിഡീവൽ പീരീഡും ഇന്ത്യൻ മിഡീവൽ പീരീഡും തമ്മിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ മിഡീവൽ പീരീഡ് ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ, ഇന്ത്യൻ പൊളിറ്റിക്കൽ മാപ്പിൽ നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സ്മോൾ കിങ്ഡംസ് ആൻഡ് റീജിയണൽ പവേഴ്സ് എമേർജ്ഡ്. അതുപോലെ പുതിയ കിങ്ഡംസും ചെറിയ കിങ്ഡംസും റീജിയണൽ പവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, എമേർജ് ചെയ്യുന്നു. ദെൻ എക്സിസ്റ്റിംഗ് എംപയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു. പിന്നീട് നമുക്കിവിടെ കാണാൻ പറ്റും, ഡൽഹി സൽത്തനേറ്റ് പോലെയുള്ള ഈ പറയുന്ന ഔട്ട്സൈഡ് വരുന്ന കുറേയധികം ഇൻവാഷൻസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഡൽഹി സൽത്തനേറ്റ് പോലെയുള്ള പുതിയ പവേഴ്സ് എന്ത് ചെയ്യുന്ന എമേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 1206 നമുക്ക് കാണാൻ പറ്റുന്നത്. നോർത്ത് ഇന്ത്യ ആയിരുന്നു പ്രധാനമായിട്ടും കൺട്രോളിൽ ഉണ്ടായിരുന്നത്. ദെൻ വിജയനഗര എംപയേഴ്സ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയനഗര എംപയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബഹ്മാനി സൽത്തനേറ്റ് ആണെങ്കിലും ഈ ഒരു കൈൻഡ് ഓഫ് എംപയേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, സൗത്ത് ഇന്ത്യയിൽ മാക്സിമം ഡോമിനേറ്റ് ചെയ്യുന്ന പവേഴ്സ് ആയിട്ട് മാറുന്നതാണ്. പിന്നെയോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടിമൂറിൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മംഗോളിയൻ ഇൻവാഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും കുറേയധികം ചേഞ്ചസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ കൂടുതൽ ടെറിട്ടറീസ് അവരുടെ കൺട്രോളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് പോർച്ചുഗീസുകാർ വരുന്നതോടുകൂടി എന്ത് നമുക്ക് കാണാൻ പറ്റൂടാ, യെസ്, ഈ പറഞ്ഞ യൂറോപ്യൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആരുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും, യൂറോപ്പിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ ഹൗ ഡിഡ് ഫോറിൻ ഇൻവാഷൻസ് റീഷേപ്പ് ഇന്ത്യാസ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ്? ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ബൗണ്ടറി എങ്ങനെയാണ് ഈ പറയുന്ന ഫോറിൻ ഇൻവാഷൻസ് എങ്ങനെയാണ് റീഷേപ്പ് ചെയ്തത്? ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കണക്ട് ചെയ്ത ആൻസേഴ്സ് തന്നെയാണ് ഈ ബോത്ത് ക്വസ്റ്റ്യൻസിന് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എക്സിസ്റ്റിംഗ് കിങ്ഡംസിന് വീക്കാക്കി കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കിങ്ഡം ഒക്കെ എന്തായി മാറി, വീക്കായി മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഔട്ട് സൈഡ് ഇൻവാഷൻസിലൂടെ. ദെൻ ന്യൂ റൂളേഴ്സും ന്യൂ ഡൈനാസ്റ്റീസും എന്ത് ചെയ്തു, എമേർജ് ചെയ്യാൻ ഇത് കാരണമായി. പിന്നെ നമ്മളിവിടെ പറയുന്നുണ്ട് എന്താണ്, ഡൽഹിയൊക്കെ ആരാണ് തിമൂർ അറ്റാക്ക് ചെയ്തു. ഡൽഹി സൽത്തനേറ്റൊക്കെ കമ്പാരിറ്റീവ്ലി വീക്കാവുന്നൊരു സിറ്റുവേഷനും നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇന്ത്യ ഒരു സിംഗിൾ എംപയറിൻ്റെ മേജർ പാർട്ട് ഓഫ് ദി ഇന്ത്യ ഒരു സിംഗിൾ എംപയറിൻ്റെ കീഴിലേക്ക് വരുന്നു. മുഗൾ എംപയറിൻ്റെ അണ്ടറിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഔട്ട്സൈഡ് ഇൻവാഷൻസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ തന്നെ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റൂടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് വിജയനഗര എംപയർ റീഷേപ്പിംഗ് ഇന്ത്യാസ് പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് റീഷേപ്പ് ചെയ്യുന്നതിൽ വിജയനഗര എംപയറിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗത്ത് ഇന്ത്യ യൂണിഫൈ ചെയ്യാനും മാക്സിമം ഏരിയാസ് അണ്ടറിൽ കൊണ്ടുവരാനൊക്കെ വിജയനഗര എംപയർ ശ്രമിച്ചിരുന്നു. ഹരിഹരയും ബുഖയും ചേർന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് 1336 എന്ത് ഫോം ചെയ്യുന്നത്, ഈ വിജയനഗര എംപയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, നോർത്തേൺ ഇൻവാഷൻസിനൊക്കെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ്.
ദെൻ ട്രേഡ് റൂട്ട്സ് ആണെങ്കിലും പോർട്സ് ആണെങ്കിലും കൺട്രോൾ ചെയ്യുന്നു. ദെൻ സൗത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാനും എന്താ പറയുക ഉറപ്പുവരുത്താൻ ആർക്ക് പറ്റുന്നുണ്ട്? വിജയനഗര എംപയർസിന് പറ്റുന്നുണ്ട്. അതുകൂടാതെ ബഹ്മനി സൽത്തനേറ്റ് ആയിരുന്നു മെയിൻ റൈവൽസ്. അവരെ കൃത്യമായിട്ടും റെസിസ്റ്റ് ചെയ്യാനും അവർക്ക് എഗെയിൻസ്റ്റ് കൃത്യമായിട്ടും എന്താ പറയുക ബാറ്റിൽസ് ആണെങ്കിലും വാർസ് ആണെങ്കിലും കണ്ടക്ട് ചെയ്യാനും അവർ കൃത്യമായിട്ടും റെസിസ്റ്റ് ചെയ്യാനും ആർക്ക് പറ്റുന്നുണ്ട്? വിജയനഗര എംപയർസിന് പറ്റിയിട്ടുണ്ട്. ദെൻ ആർട്ട് ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും ആണെങ്കിലും വലിയ ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ വേൾഡിനടക്കം വലിയ മാറ്റങ്ങൾ, ഇൻ ഫ്യൂച്ചർ ഇന്ത്യൻ പൊളിറ്റിക്സിനടക്കം ഇന്ത്യൻ കൾച്ചറിനടക്കം ലോട്ട്സ് ഓഫ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു വിജയനഗര എംപയർ. നമുക്ക് കാണാൻ പറ്റും ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ആർക്കിടെക്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന റൂളേഴ്സൊക്കെ എവിടെ ഉണ്ടായിരുന്നു? വിജയനഗര എംപയറിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൃഷ്ണദേവരായെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറയുക മുക്തമാലയെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ദെൻ വാട്ട് ഇമ്പാക്ട് ഡിഡ് അറൈവൽ ഓഫ് പോർച്ചുഗീസ് ഹാവ് ഓൺ ഇന്ത്യാസ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സീൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ പറയുന്ന പോർച്ചുഗീസേഴ്സ് അല്ലെങ്കിൽ പോർച്ചുഗീസ് പീപ്പിൾസ് ആണ് എന്ത് വരുന്നത്? പോർച്ചുഗൽസ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂറോപ്യൻ കടന്നുവരവിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് അതിനൊരു എന്ത് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് ഗോവ ക്യാപ്ചർ ചെയ്യുന്നു. അവർ നമുക്കറിയാം 1498 എവിടെയാണ് കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1510 ഗോവ ക്യാപ്ചർ ചെയ്യുന്നതും എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് പോർട്ടായിട്ടുള്ള ഗോവ ആരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നു? പോർച്ചുഗീസുകാരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ യൂറോപ്പിന് സീ ത്രൂ ഒരു ന്യൂ റൂട്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഡിസ്കവർ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടെത്തുന്നു. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അറബ്സും ഇന്ത്യൻസും ഒക്കെ ആയിരുന്നു ഇവിടെ എന്തുണ്ടായിരുന്ന മെയിനായിട്ടും ട്രേഡ് ചെയ്തിരുന്നത്. ഈ ചൈനീസൊക്കെ ആയിരുന്നു മെയിനായിട്ട് ട്രേഡ് ചെയ്തിരുന്നത്. അവരൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റൽ ട്രേഡിൽ മേജർ പവർ ആയിട്ട് വരാൻ ആര് ശ്രമിക്കുന്നുണ്ട്? പോർച്ചുഗീസുകാർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ യൂറോപ്യൻ കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക്കലി എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂറോപ്യൻസിൻ്റെ ഐറ്റംസ് ഒക്കെ ഇന്ത്യ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ ഗുഡ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റത്തെ ആര് ഡോമിനേറ്റ് ചെയ്യുന്നു? ഈ പറയുന്ന യൂറോപ്യൻസിൻ്റെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. സോഷ്യലി ആണെങ്കിലും കൾച്ചറലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും യൂറോപ്യൻസിൻ്റെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏരിയാസിലും ആരുടെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും? യൂറോപ്യൻസിൻ്റെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. Then the last question, why is the period described in this chapter important for understanding India's history അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത മിഡീവൽ പീരീഡ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇവിടെ നമ്മൾ പറയുന്നുണ്ട് റീജിയണൽ കിങ്ഡംസ് ടു ലാർജ് എംപയർസിലുള്ള ഒരു ട്രാൻസിഷൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് ഇൻവാഷൻ, ട്രേഡ്, കൾച്ചറൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ബൗണ്ടറീസിന് റീഷേപ്പ് ചെയ്തത്, എന്തൊക്കെ കൈൻഡ് ഓഫ് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണ് ഈ പറയുന്ന പുതിയ റൂളേഴ്സ് വരുന്നു. അപ്പോൾ അതിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ത്യൻ പീപ്പിൾസ് ഉൾക്കൊണ്ടത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇന്ത്യൻ റൂളേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട്. പിന്നെയോ ഈ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് മുഗൾ എംപയേഴ്സിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ചും മുഗൾ എംപയേഴ്സിനെ കുറിച്ചും പിന്നീട് എന്താ പറയുക കൊളോണൈസേഷനെ കുറിച്ചും അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡിനെ കുറിച്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പറഞ്ഞ ഏരിയാസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ഇനി ആ ഒരു കാര്യം കൂടി പറയാം, ഈ ചാപ്റ്ററൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 4 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ഓഫ് എവറി ചാപ്റ്റേഴ്സ് ന്യൂ NCERT ആൻഡ് ഓൾഡ് NCERT എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിൽ സ്റ്റിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും എക്സ്ട്രാ ബെനിഫിറ്റും ഈ പറയുന്ന നമ്മുടെ ഫ്രീഡം ഓഫറിൻ്റെ ഭാഗമായിട്ട് August 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഫ്രീഡം ടു എക്സൽ ഓഫർ 10% ഓഫർ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി Xylem ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. എല്ലാ ക്ലാസ്സസ് കഴിയുമ്പോഴും സ്ലൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ലൈവ് കഴിയുമ്പോഴും ആ ലൈവിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആയിരിക്കും. ദെൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിലൂടെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡൗട്ട്സ് ആസ്ക് ഔട്ട് സെഷൻ ഉണ്ട്. ഇങ്ങനെ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സാമിനേഷൻ. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും എക്സാമിനേഷൻ ഇടാം. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ദെൻ ടേം എക്സാമിനേഷൻ ആണെങ്കിലും മോഡൽ എക്സാമിനേഷൻ ആണെങ്കിലും എല്ലാ കൈൻഡ് ഓഫ് എക്സാമിനേഷൻ ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിൽ നമ്മൾ 3250 രൂപയായിരുന്നു ഫീ എങ്കിൽ 2925 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം. കാരണം ഈ പറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചുള്ള ഓഫറാണ്. അപ്പോൾ സ്റ്റിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ അതും കൂടി യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.